ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളെല്ലാം കൂടി ഒരു യാത്ര പോവുകയാണ്. എവിടേക്കെന്നല്ലേ? വാ കാണിച്ചു തരാം. കൊല്ലത്ത് നിന്ന് രാവിലെ ട്രെയിൻ കയറി എല്ലാവരും ട്രെയിനിനകത്ത് സെറ്റായി ഇരിപ്പുണ്ട്. അവിടുന്ന് നമ്മൾ തൃശ്ശൂർ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് ഇനി കുറച്ച് യാത്രയും കൂടെ ഉണ്ട്. നമ്മൾ നേരെ ഒരു ടാക്സി പിടിച്ചു. ഏത് നാട്ടിൽ പോയാലും ഈ കാണുന്നവർക്ക് ഒരു മാറ്റവും. അങ്ങനെ ഒരു ചെറിയ യാത്രയെ കഴിഞ്ഞ് നമ്മൾ സ്പോട്ടിലെത്തി. എവിടാന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ, ഗുരുവായൂർ. അവിടെ നമ്മൾ നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് പോയി. കോവിലകം അച്യുതം എന്ന് പറഞ്ഞ സ്റ്റേ ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തത്. ക്ഷേത്രനടയ്ക്ക് തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ മതി. അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി നേരെ റൂമിലോട്ട് ചെന്നു. റൂമൊക്കെ വളരെ നല്ല പോലെ നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ആയിരുന്നു. കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടാണ് റൂമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നത്. അങ്ങനെ നല്ലൊരു മിറർ കണ്ടപ്പോൾ നമ്മൾ രണ്ട് സെൽഫിയൊക്കെ എടുത്ത് അവിടെ നിന്ന്. ആൻഡ് രാവിലെ ഇറങ്ങിയോണ്ട് നല്ല വിശപ്പായിരുന്നു. ഹോട്ടലിലെ തൊട്ടടുത്തായിരുന്നു പഴയടം രുചി. അങ്ങനെ നേരെ അങ്ങോട്ട് വിട്ടു. ഉച്ചയായതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ നമ്മളൊരു സീറ്റ് തപ്പിയെടുത്തു. ഇലയൊക്കെ ഇട്ടു. പഴയടത്തിന്റെ സദ്യ അത്യാവശ്യം നല്ല ഫേമസ് ആണല്ലോ. ഇവിടെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് മിനി സദ്യയും പിന്നെ ഇവരുടെ സ്പെഷ്യൽ സദ്യയും. സ്പെഷ്യൽ സദ്യയിൽ 3 കൂട്ടം പായസവും നമ്മുടെ കല്യാണ സദ്യ പോലെ തന്നെ. അങ്ങനെ കറികളെല്ലാം വന്ന് ചോറും വിളമ്പി സാമ്പാർ വന്നു. പക്ഷേ എന്നെ നിരാശപ്പെടുത്തിയത് പരിപ്പില്ലാത്തത് കൊണ്ടാണ്. എങ്കിൽ പിന്നെ ഉള്ളതാവട്ടെ എന്ന് വെച്ച് എല്ലാം കൂടി കുഴച്ചൊരടി അടിച്ചു. ആൻഡ് ഫൈനലി അവരുടെ ഈ ഒരു പായസവും പപ്പടവും കൂടെ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തു. എന്റെ ഒപ്പീനിയൻ ഒരു ആവറേജ് ടേസ്റ്റ്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഞാനും ദിദികയും ശ്രീയും കൂടെ അമ്പലമൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. വൈകുന്നേരം ആയതുകൊണ്ട് തിരക്ക് പൊതുവെ കുറവായിരുന്നു. ഫുഡ് അടിച്ച് കറങ്ങി നടക്കാനാണോ ഗുരുവായൂർ വരെ എത്തിയെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നമ്മളുടെ മെയിൻ ആൾ ഇതുവരെ എത്തിയിട്ടില്ല. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കാണുന്നപ്പോൾ നമുക്ക് അടുത്ത ആളെ കിട്ടി. ചേട്ടൻ ഇവിടെ എന്തോ തിരക്കിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ ആദ്യം കരുത്. പിന്നീടാണ് മനസ്സിലായത് ഇവിടുന്ന് കത്തെഴുതി വീട്ടിലോട്ട് അയക്കുകയാണ് പുള്ളി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കറക്കം കഴിഞ്ഞ് നേരെ രാത്രിത്തേക്കുള്ള ഫുഡ് അടിക്കാൻ കയറി. അമ്പലത്തിൽ വരുമ്പോൾ ഫുള്ള് വെജിറ്റേറിയൻ ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ നേരെ പഴയടത്ത് തന്നെ പോയി. ആൻഡ് ഇപ്പോഴും നമ്മുടെ മെയിൻ ആളെ നിങ്ങൾ ഇതുവരെ കണ്ടില്ല കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് പിറ്റേന്ന് രാവിലെ നമ്മൾ റെഡി ആയിട്ട് സെറ്റായി. ഇനി നമ്മുടെ മെയിൻ ആളെ നിങ്ങൾക്ക് കാണണ്ടേ. ചേട്ടന്റെ കയ്യിലിരുന്ന് കാഴ്ചയെ കൊണ്ട് ഒരാൾ വരുന്നത് കണ്ടോ. ഇതാണ് സ്വായുധിന്റെ ഷോറൂമിനാണ് ഞങ്ങൾ ഗുരുവായൂർ എത്തിയത്. അകത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തുകൊണ്ട് ഷോറൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു. ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരുന്ന ആൾ സൂപ്പർ ഹാപ്പി, അല്ലെങ്കിൽ നല്ല ബഹളമാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചതേ വന്ദേ ഭാരതിൽ വീണ്ടും കൊല്ലത്തോട്ട്. ദിദികൻ സൂപ്പർ ഹാപ്പി. കാഴ്ചയൊക്കെ കണ്ട് നല്ല കിടിലമായിട്ട് തന്നെ തിരിക്കാമല്ലോ. ഇവിടെ ഒരാൾക്ക് വിൻഡോ സീറ്റ് കിട്ടിയാൽ പിന്നെ രക്ഷയില്ല. ഞാൻ പിന്നെ സൈഡിലെ കാഴ്ചയെ കണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇവിടെ മലയാളം പോലും ശരിക്കും അറിയാത്തവളാണ്. കന്നഡയാണെന്ന് തോന്നുന്നു. പത്രമൊക്കെ എടുത്തിരുന്ന് വായിക്കുന്നു. എന്താണോ ഉദ്ദേശം എന്തോ. ഇനി കന്നഡ എടുത്ത് തലയിരിച്ച് പിടിച്ചാൽ മലയാളമായിട്ട് വായിക്കാൻ പറ്റുമോ എന്തോ. ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ ഓരോ കോപ്പറങ്ങളും കാണിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണേ.